ഹായ്, നിങ്ങളുടെ റിലേഷൻ വെറും സമയം ചിലവഴിക്കാൻ വേണ്ടി മാത്രമായിരുന്നോ? ഒരിക്കലും ഒരാളെയും നിങ്ങളുടെ സമയം കൊല്ലിയായി, രസത്തിനായി അല്ലെങ്കിൽ നേരം പോക്കിനായി സ്നേഹിക്കാതിരിക്കുക. കാരണം നിങ്ങൾ അവരിലേക്ക് വരുന്നതിന് മുമ്പ്, കടന്നു ചെല്ലുന്നതിന് മുമ്പ് അവർ ഒന്നിലും ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ലാത്തവരായിരുന്നു. അവർക്ക് ആരിലും അഡിക്ഷൻ ഇല്ലായിരുന്നു. ഇന്നവർ നിന്നിൽ അത്രമേൽ ആഴത്തിൽ പതിഞ്ഞ ശേഷം നീ നിന്റെ പാട്ടിനു പോകുമ്പോൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളു പൊട്ടിത്തകരുന്നത് നിനക്ക് കാണാൻ കഴിയുന്നുണ്ടോ? നീ വരുന്നതിനു മുമ്പ് തനിയെ നടന്നിരുന്നവരായിരുന്നവർ. അവർക്ക് അവരുടേതായ തീരുമാനങ്ങളും ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ഉണ്ടായിരുന്നു. ഒരു കാര്യത്തിനും അവർ ആവശ്യത്തിൽ കൂടുതൽ ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ലായിരുന്നു. ഉള്ളു തുറന്ന് ചിരിച്ചിരുന്നവരും സംസാരിച്ചിരുന്നവരുമായിരുന്നവർ. പിന്നീടെപ്പോഴോ നീ എന്ന ആൾ അവരിലേക്ക് കടന്നു വന്നതിൽ പിന്നെ അവർക്കെല്ലാം നീയായി. നീ അവരുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലെയും ഊന്നുവടിയായി. അവരുടേതായ എല്ലാം നിന്റെ ഇഷ്ടത്തിലേക്കും നീ എന്ന വൃത്തത്തിലേക്കും ചുരുക്കി. അവർ ആര് എന്നാൽ അതിനുത്തരം നീ, അല്ലെങ്കിൽ നിനക്ക് വേണ്ടി എന്ന് മാത്രമായി തീർന്നു. നീ ഇല്ലാത്ത ഒരു രാത്രിയോ പകലോ, എന്തിന് ഒരു നിമിഷം പോലും വയ്യെന്നായി. ഇത്രയേറെ നിന്നിൽ അലിഞ്ഞിട്ടും നിനക്ക് വേണ്ടി തന്നിട്ടും നീ മനസ്സിലാക്കാത്തതിൽ, നിനക്കറിയാൻ കഴിയാത്തതിൽ പാവം അവരെന്ത് പിഴച്ചു? എന്തിനു വേണ്ടി അവരെ ഇത്രയധികം സ്നേഹം കൊടുത്ത് നീ സങ്കടപ്പെടുത്തി? നിന്റെ സമയം പോക്കിനുള്ള ഒരു യന്ത്രമായിട്ടാണ് നീ കടന്നു വന്നതെന്ന് അറിയാതെയല്ലേ അവർ ഇത്രയും ആത്മാർത്ഥമായിട്ട് നിന്നെ നെഞ്ചേറ്റിയത്? എന്നിട്ട് ആ നെഞ്ചിൻ കൂടും ചവിട്ടി പൊളിച്ചാണ് നീ പുറത്തേക്ക് ഓടിപ്പോയത്. നിന്റെ ഓട്ടപ്പാച്ചിലിനിടയിൽ തകർന്നു വീണ സ്വപ്നങ്ങളൊന്നും നിനക്ക് കാണാൻ കഴിയില്ല. നീ എന്ന നൊയമ്പും നോറ്റ് നിന്നെ മാത്രം പ്രതീക്ഷിച്ചിരുന്ന ഒരുവൻ്റെ അല്ലെങ്കിൽ ഒരുവളുടെ കണ്ണീരും നിന്റെ കണ്ണിൽ പെടില്ല. കാരണം നീ അവർക്ക് കൊടുത്തിരുന്ന കാലാവധി കഴിഞ്ഞു പോയില്ലേ? നിന്റെ സമയപരിധി കഴിഞ്ഞവർ തളർന്നാലെന്ത്, തകർന്നാലെന്ത്? കരഞ്ഞു കരഞ്ഞ് കണ്ണീര് വറ്റി കാഴ്ച മങ്ങിയാൽ പോലും നിനക്കെന്താ, അല്ലേ? നിന്റെ ഉദ്ദേശം നടന്നു, നിന്റെ ആവശ്യവും കഴിഞ്ഞു. നിനക്കിനി അടുത്ത ആൾ, പുതിയ ഇര, അങ്ങനെയല്ലേ? കെണിയൊരുക്കി കാത്തിരിക്കുന്ന വിഷച്ചിലന്തിയെപ്പോലെ നീയും. അരുത് സുഹൃത്തെ, ഒരിക്കലും ഒരാളെയും നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായി സ്നേഹിക്കരുത്. നിന്റെ ടൈം പാസിന് മാത്രം ആരെയും പറഞ്ഞു പറ്റിച്ച് മോഹിപ്പിച്ച് കടന്നു കളയരുത്. കാരണം നിനക്കിതൊക്കെ വളരെ സിമ്പിളായിരിക്കാം. ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് കൂടുമാറാൻ നിന്റെ മനസ്സ് പാകപ്പെട്ടതായിരിക്കാം. നിനക്ക് വിട്ടുകളയാനും കൂടെ കൂട്ടാനും ഒന്നിനും ഒരു പ്രയാസവും ഉണ്ടാവില്ല, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഒരു മുള്ളെടുത്ത് കളയുന്ന ലാഘവത്തോടെ ഓരോ റിലേഷനും എടുത്തു കളയാൻ നീ കാണിക്കുന്ന മിടുക്ക്, അതാണ് നിന്റെ ഹൈലൈറ്റ്. എങ്ങനെ സാധിക്കുന്നു, എങ്ങനെ കഴിയുന്നു ഇതൊക്കെ? വാക്കുകൊണ്ട് കൊട്ടാരം കെട്ടി, സ്വപ്നങ്ങൾ കൊണ്ട് അലങ്കരിച്ച് അതിന് നീ തീ കൊളുത്തി, എന്നിട്ട് കടന്നു കളഞ്ഞു. ഈ നിന്നെ എന്ത് പേരിട്ട് വിളിക്കണം? നീ അലങ്കരിച്ച കൊട്ടാരത്തിൽ കിടന്ന് പൊള്ളലേറ്റ് വെന്ത് മരിച്ചവർ, അവരെ നീ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും? മുറിവേറ്റ അവരുടെ ഹൃദയത്തിൽ നീ എന്ത് അത്ഭുത മരുന്നാണ് പുരട്ടുക? ഇനി നീ എന്ത് മാജിക് കാണിച്ചാലാണ് സ്വപ്നങ്ങൾ തകർന്ന് ഹൃദയങ്ങൾ വറ്റി വരണ്ട ഇവരെ പുനർജനിപ്പിക്കാൻ കഴിയുക? ഇല്ല, നീ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അവരെ വീണെടുത്ത് നിന്ന് എഴുന്നേൽപ്പിക്കാൻ നിനക്കെന്നല്ല ആർക്കും പറ്റില്ല. ഈ ഒരു ജന്മം മുഴുവൻ നിനക്ക് തന്നിട്ടും നീ വഴിയിൽ ഉപേക്ഷിച്ചതാണ്. അവർ തളർന്ന് തകർന്നു പോയിരിക്കുന്നു. അതുകൊണ്ട് ഇനി ഒരിക്കലും റിലേഷൻഷിപ്പ് സീരിയസ് ആയിട്ട് എടുക്കാൻ കഴിയാത്തവർ അതിന് നിൽക്കരുത്. അവനവൻ്റെ സുഖങ്ങൾ മാത്രം തേടി നടക്കുന്ന നിങ്ങൾക്ക് പറ്റിയ കൂട്ട് കിട്ടും. അതിൽ മാത്രം നിൽക്കുക, ആവശ്യങ്ങൾ നേടുക. ബൈ മോട്ടിവേഷൻ മലയാളം.